അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രവർത്തനം നൂസുൽ ബിമ യുനാസിബു, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനുള്ള പ്രവർത്തനമാണ്. 1. നദുറു മുജാസാത്തിൻ, മുജാസിയായ നേർച്ച. അതിനെ യോജിച്ച ഏതാണ്? ഹുവ നദറുൽ മുഅല്ലഖു ബിഷൈഇൻ, ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയ നേർച്ചയാണത്. നദറു മുജാസാത്ത്, ഇത് നമ്മുടെ ലാസ്റ്റ് പാഠത്തിൽ 6ാമത്തെ പാരഗ്രാഫിലുണ്ട് കേട്ടോ, 4ാമത്തെ വരിയാന്ന് തോന്നുന്നു. 2. അൽ ലജാജു, ലജാജിയായ നേർച്ച. അതെന്താണ്? ബ്രാക്കറ്റിൽ കാണാം. അൻ നമാദി ഫിൽ ഖുസൂമത്തി, വഴക്കിലേക്കും വാശിയിലേക്കും വലിച്ചിഴക്കപ്പെടുന്നതാണ് ലജാജ്. അത് ലാസ്റ്റ് പേജിൽ, ആ പാഠത്തിൻ്റെ ലാസ്റ്റ് പേജിലുണ്ട്, 2-3 വരിയാന്ന് തോന്നുന്നു. 3. നദുറു തബറുറിൻ, തബറുറായ നേർച്ച. ഏതാണ്? ബ്രാക്കറ്റിലുണ്ടാകും. വഹുവ മാ യുത്ലബു ബിഹി അൽ ബിർറു വ തഖർറുബു ഇലല്ലാഹി, ദൈവ സാമീപ്യവും പുണ്യവും ഉദ്ദേശിക്കുന്ന നേർച്ചയാണ് നദുറു തബറുർ. 4. അൽ ഹുൽഖൂം, എന്താണ് കണ്ടനാളി? അത് ബ്രാക്കറ്റിലുണ്ടാകും. അൽ ഹുൽഖൂമു മഖ്റജുൻ നഫ്സ്, മഖ്റജുൻ നഫ്സ്, ശ്വാസോച്ഛ്വാസ കുഴലാണ് കണ്ടനാളി, അൽ ഹുൽഖൂം എന്ന് പറയുന്നത്. അത് 16ാമത്തെ പാഠത്തിൽ, അത് ദബഹ് എന്നുള്ള പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫിലുണ്ട്. 5. അൽ മരീഉ, അന്നനാളി. അതെന്താണ്? ബ്രാക്കറ്റിൽ കാണാം. മജ്റത്തു ആമി വശറാബി, ഭക്ഷണവും പാനീയവും പോകാനുള്ള കുഴലാണ് മരീ, അന്നനാളി എന്ന് പറയുന്നത്. 6. അൽ അഫ്ളലു അൻ യുദ്ബഹ അനിൽ ഉലാമി, ആൺകുട്ടിയെ തൊട്ട് അറക്കപ്പെടുന്നതിൽ അഫ്ളലായത് ഷാത്താനി, 2 ആടുകളാണ്. അത് ഹഖീഖത്ത് എന്നുള്ള പാഠത്തിലുണ്ടാവും കേട്ടോ. 2ാമത്തെ പ്രവർത്തനം നുബയ്യുനു സുനൈനി, ഈ 2 വ്യക്തമാക്കാനാണ്. 1. മാ യുസന്നു അഖിബൽ വിലാദത്തി, കുട്ടി ജനിച്ച ഉടനെ സുന്നത്തായ കാര്യങ്ങൾ. കുറേ പാഠത്തിൽ പറയുന്നുണ്ട്. പാഠം 15 ലാസ്റ്റ് പാരഗ്രാഫ് കേട്ടോ, ലാസ്റ്റ് പാരഗ്രാഫിൽ കാണാം. വയുസന്നു അഖിബൽ വിലാദത്തി, കുട്ടി ജനിച്ച ഉടനെ സുന്നത്താക്കപ്പെടും. അയ്യു അദ്ദന, ബാങ്ക് കൊടുക്കൽ. അതുപോലെ വയുഖറ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യൽ. അതുപോലെ തന്നെ ഒരു ആയത്ത് ഓതൽ. ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹ മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ആയത്ത് ഓതൽ. ഫി ഉദിനിൽ യുംന, വലത്തെ ചെവിയിൽ. വയുഖീമ ഫി ഉദിനിൽ യുസറ, ഇടത്തെ ചെവിയിലോ ഇഖാമത്ത് കൊടുക്കലും സുന്നത്താക്കപ്പെടും. പിന്നെ അതുപോലെ അയ്യുഹന്നികഹു, അവന് മധുരം കൊടുക്കലും. റജുലുൻ ബ്രഅത്തുൻ, ഒരു പുരുഷനോ സ്ത്രീയോ. മിൻ അഹ്ലിൽ ഖൈരി, സജ്ജനങ്ങളിൽപ്പെട്ട. ബി ഹൽവിൻ ഔ തംബ്രി, മധുരപദാർത്ഥം കൊണ്ടോ അതല്ലെങ്കിൽ കാരക കൊണ്ടോ. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. 2. മാ യുസ്തഹബ്ബു ഫിൽ അഖീഖത്തി, അഖീഖത്ത് അറുക്കുന്നതിൽ സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1. അൻ യഖൂല, അത് 15ാമത്തെ പാഠത്തിൽ തന്നെ ഉണ്ട് കേട്ടോ, 1, 2, 3, 4ാമത്തെ പാരഗ്രാഫ് മുതൽ തുടങ്ങുന്നുണ്ട്. 1. അൻ യഖൂല ഇൻദ ദബിഹിഹ അല്ലാഹുമ്മ ഹാദാ മിൻക വഇലൈക ഹാദിഹി അഖീഖത്തു ഫുലാനി, എന്നെന്ത് ചെയ്യുക? ചൊല്ലൽ, അറുക്കുന്ന സമയത്ത് ഇത് ചൊല്ലുക, അത് സുന്നത്താണ്. 2. ദബുഹുഹ ഇൻദ തുലൂഇ ഷംസി, അറവ് നടക്കുന്നത് സൂര്യൻ ഉദിച്ച സമയത്താവലാണ്. 3. ഹൽഖു റഅ്സിൽ മൗലൂദി ബഅദ ദബിഹി, അറവിന് ശേഷം കുട്ടിയുടെ തലയിൽ നിന്നും മുടി നീക്കുക. 4. അത്തസദ്ദുഖു ബി വസ്നി ശഅരി ദഹബൻ ഔ ഫിദ്ദതൻ, മുടിയുടെ തൂക്കത്തിൽ സ്വർണ്ണോ അല്ലെങ്കിൽ വെള്ളിയോ ദാനം ചെയ്യുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുടി നീക്കിയ ശേഷം. 5. അൻ യകൂന ദബ്ഹു യൗമ സാബിഇ വിലാദത്തിഹി, കുട്ടി ജനിച്ചിട്ട് 7ാം ദിവസമാകലാണ് അറവ് സുന്നത്ത്. 6. അൻ യുസമ്മ ഫീഹി ഖബ്ല ദബ്ഹി, അറുക്കുന്നതിന് മുമ്പ് പേര് വെക്കുക. 7. തഹ്സീനുൽ അസ്മാ, പേര് നന്നാക്കുക. നല്ല പേരുകളൊക്കെ ഏതൊക്കെയാണ് ചോദിക്കട്ടോ, പേരുകൾ അഫ്ളൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് എഴുതി കൊടുക്കുക, അവിടെ ഉണ്ട്. 8. അല്ലാ യുക്സറ അളുമു
അഖീഖത്തിൻ്റെ എല്ല് പൊട്ടിക്കാതിരിക്കൽ സുന്നത്താണ്. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. ഇനി 3 അർക്കാനു സ്വലാത്തി അലൽ മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരത്തിൻ്റെ റുക്കനുകൾ 5-ാമത്തെ പാഠത്തിലുണ്ട്. 2-ാമത്തെ പാരഗ്രാഫിൽ കാണാം. ഫസ്റ്റ് വരിയിൽ അഹദുഹ അന്നിയത്തു, ഒന്നാമത്തത് നീയത്താണ്. 2 അൽ ഖിയാമു ലിൽ ഖാദിരി അലൈഹി, മയ്യത്ത് നിസ്കാരത്തിൻ്റെ മേൽ നിൽക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ നിൽക്കൽ. 3 അർബഅ തക്ബീറാത്തിൻ, 4 തക്ബീർ. 4 ഖിറാഅത്തുൽ ഫാത്തിഹ ഓതൽ. അൽ ഖാമിസു, 5-ാമത്തത് അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തക്ബീറത്തി സാനിയത്തി, 2-ാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ. 6 ദുആഉൻ ഖുറവിയുൻ ലിൽ മയ്യത്തി ബി ഖുസൂസിഹി ബഅദ തക്ബീറത്തി സാലിസത്തി, 3-ാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് പ്രത്യേകമുള്ള ഉഖറവിയായ പാരത്രിക വിജയത്തിന് വേണ്ടിയുള്ള ദുആ കൊണ്ടുവരിക. പിന്നെ അതുപോലെ 7-ാമത്തത് അപ്പുറത്തെ പാഠത്തിലാണ് കേട്ടോ, 6-ാമത്തെ പാഠത്തിൽ. അതിൽ 3-ാമത്തെ പാരഗ്രാഫ് കാണാം. വസാബിഉഹ അസ്സലാമു ബഅദ റാബിഅത്തി, 4-ാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടലാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് നുതമ്മിമു, നമുക്ക് പൂർത്തിയാക്കാം. ഈ വരി പൂർത്തിയാക്കി എഴുതിയ ഇത് അറബി മലയാളത്തിൽ എഴുതിയിട്ടും കാര്യമില്ല, അറബിൽ തന്നെ എഴുതണം. മറ്റുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ അറബി മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ പൂരിപ്പിക്കാനുള്ളതൊക്കെ അറബിൽ തന്നെ എഴുതണം. 1 ഖാല ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹർന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബദനത അൻ സബ്അത്തിൻ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഖാല ജാബിർ റളിയല്ലാഹു അൻഹു നഹർന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബദനത അൻ സബ്അത്തിൻ വൽ ബഖറത അൻ സബ്അത്തിൻ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരോടൊപ്പം ഞങ്ങൾ 7 പേർ കൂടി ഒട്ടകവും 7 പേർ കൂടി മാടും ബലിയർക്കുകയുണ്ടായി. 2 ഖാല കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ ഫഇന്നഹ തുദക്കിറുൽ ആഖിറത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബർ സന്ദർശിക്കുന്നതിൽ നിന്നും ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നു, എന്നാൽ നിങ്ങളത് സന്ദർശിക്കുക. 3 ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്സ മുസാബൻ ഫലഹു ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്സ മുസാബൻ ഫലഹു മിസ്ലു അജിരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിപത്ത് സംഭവിച്ചവനെ ഒരാൾ ആശ്വസിപ്പിച്ചാൽ അവനുള്ളതുപോലുള്ള കൂലി ഇവനും ലഭിക്കുന്നതാണ്. 4 ഇൽബസു മിൻ സിയാബിക്കുമിൽ ബയാല ഫഇന്നമാ ഖൈറു സിയാബിക്കും ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഇൽബസു മിൻ സിയാബിക്കുമിൽ ബയാല ഫഇന്നഹാ ഖൈറു സിയാബിക്കും വകഫിനു ഫിഹാ മൗതാക്കും. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രത്തെ നിങ്ങൾ ധരിക്കുക, കാരണം അതാണ് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലതും, അതിൽ തന്നെ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ കഫം ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത പ്രവർത്തനം നുജീബു, നമുക്ക് ഉത്തരം നൽകാം. 1-ാമത്തെ ചോദ്യം അൽ വദജാനി മാഹുവ, എന്താണ് വദജാനി? അത് ദബ്ഹ് എന്നുള്ള പാഠത്തിലുണ്ട്. ഉത്തരം ഇർഖാനി ഫി സ്വഫ്ഹതൈ ഉനുഖി, കഴുത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലൂടെ കടന്നു പോകുന്ന 2 ഞരമ്പുകളാണ് കണ്ടനാടി, അതായത് വദജാനി എന്ന് പറയുന്നത്. 2 അൽ അഖീഖത്തു ഷർഅൻ മഹിയ, ഷർഅയിൽ അഖീഖത്ത് എന്നാൽ എന്താണ്? അത് അൽ അഖീഖത്ത് എന്നുള്ള പാഠത്തിൽ 2-ാമത്തെ വരിയിൽ കാണാം. ഉത്തരം മാ യുദ്ബഹു ഇൻദ ഹൽഖി ഷഅരിൽ മൗലൂദി, പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ തലമുടി കളയുമ്പോൾ അറുക്കപ്പെടുന്നതാണ് അഖീഖത്ത്. 3 മാദാ ശുരിത്ത ഫിൽ ഉൽഹിയത്തി, ഉൽഹിയത്തിൽ ഷർത്താക്കപ്പെടുന്നത് എന്താണ്? അവിടെ ശുരിത്ത എന്നാണ് വേണ്ടത് കേട്ടോ. ഇതിൻ്റെ ആൻസർ ഉൽഹിയത്ത് 2 എന്നുണ്ടല്ലോ, ആ പാഠം 14-ാമത്തെ പാഠം, അതിൽ ഫസ്റ്റ് വരിയിൽ കാണാം. ശുരിത്ത ഫിൽ ഉൽഹിയത്തി സലാമത്തുഹ മിൻ കുല്ലി ഐബിൻ യൻഖുസു ലഹ്മൻ.
മാംസം കുറവ് വരുത്തുന്ന സർവ്വ ന്യൂനതകളിൽ നിന്നും ഉളുഹിയത്ത് മൃഗം സുരക്ഷിതമായിരിക്കണം. അതാണ് ഉളുഹിയത്തിലെ നിബന്ധന. ചോദ്യം 4. മാതാ യജിബു ഫി ദഫ്നിൽ മയ്യത്തി. മയ്യത്ത് മറമാടുന്നതിൽ നിർബന്ധമാണ് എന്ത്? അതിൻ്റെ ഉത്തരം ദഫ്നുൽ മയ്യത്ത് എന്നുള്ള പാഠമുണ്ടല്ലോ, 8ാമത്തെ പാഠം, അതിൽ 3ാമത്തെ വരിയിൽ കാണാം. വൈജിബു ഇൽജാഉൽ മയ്യത്തി ലിൽ ഖിബ്ലത്തി വസദ്ദുൽ ഖബരി ബിമാ യംനഉ വുഖൂഅ തുറാബി അലൈഹി സുമ്മ ഇഹാലത്തു തുറാബി അലൈഹി. മയ്യത്ത് ഖിബലയിലേക്ക് ചെരിച്ച് കിടത്തലും അതുപോലെ മണ്ണ് ദേഹത്ത് വീഴുന്നതിനെ തടയുന്ന വല്ലതും ഖബറിൽ വെക്കലും ശേഷം മണ്ണ് നീക്കിയിടലും നിർബന്ധമാണ്. 5. അഷഹീദു മൻ. ആരാണ് ഷഹീദ്? അതിൻ്റെ തൊട്ടടുത്തുള്ള പാഠം 6ാമത്തെ പാഠത്തിൽ കാണാം. വഹുവ മൻ ഖുത്തില ഫി ഖിത്താലിൽ കുഫാരി. കാഫിരീങ്ങളോടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ് ഷഹീദ്. അത് അസ്വലാത്തു അലൽ മയ്യത്തി 3ാം ഭാഗം ഉണ്ടല്ലോ, അതിൽ ആ പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫിൽ 1ാമത്തെ വരി കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം മാതാ യഖൂലു. എന്താണ് പറയേണ്ടത്? ഈ സന്ദർഭങ്ങളിൽ എന്താണ് പറയേണ്ടതെന്ന് എഴുതിയാൽ മാത്രം മതി. 1. ഫി തഅസിയത്തി മുസ്ലിമിൻ ബി മുസ്ലിമിൻ മുസാഫിഹൻ ലഹു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് മുസാഫഹത്ത് ചെയ്തിട്ട്, തഅസിയത്തിൽ മുസാഫഹത്ത് ചെയ്തിട്ട്, മുസാഫഹത്ത് ചെയ്യും തഅസിയത്തിൽ, അതായത് കൈ പിടിച്ചുകൊണ്ട് എന്താണ് പറയേണ്ടത്? അത് 9ാമത്തെ പാഠം അത്തഅസിയത്ത് എന്നുള്ള പാഠത്തിൽ കാണാം, 3ാമത്തെ പാരഗ്രാഫിൽ കേട്ടോ. അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന അസാഅക വ ഗഫറ ലിമയ്യത്തിക. അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കണം. ഇതാണ് ചെല്ലേണ്ടത്. 2. മൻ യുദ്ഖിലുൽ മയ്യിത്തൽ ഖബറ. മയ്യത്ത് ഖബറിൽ പ്രവേശിപ്പിക്കുന്നവൻ ചെല്ലേണ്ടത്. അത് 8ാമത്തെ പാഠം ദഫ്നുൽ മയ്യത്ത് എന്നുള്ള പാഠത്തിൽ 4ാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് വരി കാണാം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം പഠിക്കാം. 3. ഫി സ്വലാത്തിൽ മയ്യത്തി ബഅദ തക്ബീറത്തി റാബിഅത്തി. മയ്യത്ത് നിസ്കാരത്തിൽ 4ാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടത്. അത് 6ാമത്തെ പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫിലുണ്ട്. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അത് ചൊല്ലൽ സുന്നത്താണ് കേട്ടോ. ഇനി അവസാനത്തെ പ്രവർത്തനം തർജിം, പരിഭാഷപ്പെടുത്തുക. ഇത് അറബി മലയാളത്തിലേക്ക് എഴുതാം. 1. ഇസ്തഗ്ഫിറൂ ലി അഖീക്കും വസ്അലൂ ലഹു അത്തസ്ബീത ഫഇന്നഹുൽ ആനു യസ്അലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളുടെ സഹോദരൻ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടും, അതുകൊണ്ട് അവന് ധൈര്യം ലഭിക്കാൻ തസ്ബീത്ത് ചൊല്ലുകയും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതോടുകൂടെ 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ചോദ്യം അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.